ഹലോ. ചെറിയ ചെറിയ വീഴ്ചകളിൽ തന്നെ എല്ല് പൊട്ടുന്നുണ്ടോ? എന്നാൽ അത് ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥയാകാം. എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? ഓസ്റ്റിയോപൊറോസിസ് എന്നാൽ നമ്മുടെ എല്ല് ബലഹീനമാകുന്ന ഒരു അവസ്ഥ, അതായത് എല്ല് വീക്ക് ആകുന്ന അവസ്ഥ. പുറമേ നിന്ന് നമ്മുടെ എല്ല് വളരെ സ്ട്രോങ് ആയി തോന്നുമെങ്കിലും ഉള്ളിൽ അത് ഹോളോ ആയി തുടങ്ങും. അതായത് നമ്മുടെ ഹണികോമ്പ് പോലെ ഹോളോ ആയി തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപൊറോസിസ് എന്നാൽ നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി കുറയുന്ന അവസ്ഥയാണ്. അതിന് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും ഭീകരകരമായ ഒരു അവസ്ഥ എന്തെന്നാൽ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഓസ്റ്റിയോപൊറോസിസ് കാണിക്കില്ല. ഒരു വീഴ്ച പറ്റി നമുക്കൊരു പൊട്ടലായി നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് എല്ല് ഇത്രയും വീക്ക് ആയിരുന്നു എന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ സിംറ്റംസ് പുറമെ അത് ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കത്തില്ല. ഏറ്റവും സിവിയർ ആയാൽ മാത്രമേ അത് ലക്ഷണങ്ങൾ കാണിക്കത്തുള്ളൂ. അതും നമ്മുടെ ഹൈറ്റ് കുറഞ്ഞതുപോലെ, നമ്മുടെ പോസ്റ്റർ സ്റ്റൂപ്ഡ് ആകുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കണ്ടീഷൻ ഏറ്റവും സിവിയർ ആവുന്ന അവസ്ഥയിൽ കാണിക്കും. ഏറ്റവും സിവിയർ ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വരെ നമ്മൾ എല്ല് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് അത്രയും സിവിയർ ആയി കഴിഞ്ഞാൽ. ഓക്കെ, പ്രധാനമായും ഇത് ബാധിക്കുന്നത് റിസ്റ്റ്, ഹിപ്പ് ജോയിന്റ്, നമ്മുടെ സ്പൈനൊക്കെയാണ്. അടുത്തത്, ആർക്കൊക്കെയാണ് ഈ കണ്ടീഷൻ വരാൻ സാധ്യതകൾ ഏറെ? ആദ്യത്തേത്, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക്, ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലാണ് കൂടുതലായി ഓസ്റ്റിയോപൊറോസിസ് എന്ന കണ്ടീഷൻ കണ്ടുവരുന്നത്. അതുപോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി കുറഞ്ഞവരിൽ, തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരിൽ, അതുപോലെ തന്നെ ലോങ് ടേം സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുന്നവരിൽ, അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവർക്ക്, ഇവർക്കൊക്കെയാണ് കൂടുതലും ഓസ്റ്റിയോപൊറോസിസ് വരാൻ സാധ്യതയേറെ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഓസ്റ്റിയോപൊറോസിസ് ആയി കഴിഞ്ഞാൽ അത് നോട്ട് ക്യൂറബിൾ ആണ്. അത് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ അല്ല ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഓസ്റ്റിയോപൊറോസിസിന് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടോ ഇല്ലേ എന്ന് നേരത്തെ തിരിച്ചറിയാം എന്നതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.